ഇന്ത്യ നേരിടുന്ന പരാജയങ്ങളുടെ കൈപ്പേറിയ ദിനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നൊരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. പരാജയങ്ങൾ കൈപ്പേറിയ ദിനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയുടെ സെലക്ഷനെതിരെയും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയും കടുത്ത പരിഹാസവുമായി മുൻ ഇന്ത്യൻ ഓപ്പണറും ചീഫ് സെലക്ടറുമായിരിക്കുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നു. പേസും ബൗൺസുമുള്ള വിദേശ പിച്ചുകളിൽ കളിക്കാൻ തിലകിന് ഭയമാണെന്നും അവനെ ടീമിൽ നിലനിർത്തുകയെങ്കിൽ തന്നെ ഭേദം സഞ്ജു സാംസണെ കളിപ്പിക്കുന്നതാണെന്നുമാണ് 1983 ലോകകപ്പ് ഹീറോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ പൊതുവെ ശ്രീകാന്ത് വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നത് ഭൂരിഭാഗവും സഞ്ജുവിനെതിരായി മാറാറുമുണ്ട്. ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും തന്നെയാണ് സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം എത്താറുള്ളതും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിശയത്തോടെയാണ് ഈ ഒരു വിഷയത്തെ നോക്കുന്നത്. എല്ലാവരും കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കെ ശ്രീകാന്ത് പറയുന്നത് അവൻ ഇപ്പോൾ തന്നെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. ഇത് കണ്ടിട്ട് തോന്നുന്നു അവൻ ഉടൻ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാകുമെന്നാണ്. ഇംഗ്ലണ്ടിലെ പേസും ബൗൺസും കണ്ട് ക്രീസിലേക്ക് ഇറങ്ങാൻ പോലും തിലകിന് താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ശ്രീകാന്ത് വെളിപ്പെടുത്തി. നിലവിൽ അവന് യാതൊരു വിവരവും ഇതിനെക്കുറിച്ച് ഇല്ല. പേസർമാരെ നേരിടാൻ പേടിച്ച് സ്പിന്നർമാർ വരാൻ കാത്തിരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. തിലക് വർമ്മയെ പോലെയുള്ള ഒരാളെ കളിപ്പിക്കുന്നതിലും എത്രയോ ഭേദം സഞ്ജു സാംസണിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ്. ഇടംകൈയ്യൻ ബാറ്ററായ തിലക് വർമ്മയെ ഫാസ്റ്റ് ബൗളിങ്ങിനെതിരെയും മാനേജ്മെന്റ് ഒളിപ്പിച്ചു വയ്ക്കുകയാണെന്ന് ശ്രീകാന്ത് ആരോപിച്ചു. മത്സരത്തിൽ അക്സർ പട്ടേലിന് താഴെ 6ാം നമ്പറിലാണ് തിലക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. നിങ്ങൾ തിലകിനെ നിങ്ങളുടെ പ്രധാന ബാറ്ററും വൈസ് ക്യാപ്റ്റനുമാക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ബൗളിങ്ങിനെതിരെ അവരെ സംരക്ഷിക്കുന്നത്? അക്സർ പട്ടേലിനെ അവരെ മുന്നേറി ബാറ്റിങ്ങിന് അയച്ച് ഷോർട്ട് പിച്ച് പിന്തുടങ്ങുന്നെങ്കിൽ തിലക് വളർന്നത് മാനേജ്മെന്റിന്റെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് അവനെ ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. അവനെ ടീമിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ നിരന്തരം പറയുന്നുണ്ട്. എന്നാൽ അത് ചെയ്യുന്നില്ല, ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. ഗൗതം ഗംഭീറിന്റെ കീഴിലുള്ള ടീം മാനേജ്മെന്റ് ബാറ്റിംഗ് ഓർഡർ പരീക്ഷണങ്ങളെയും ശ്രീകാന്ത് വെറുതെ വിട്ടില്ല. ശിവം ദുബെയ്ക്ക് അക്സർ പട്ടേലിന് മുന്നേ ഹർഷിത് റാണയെ ബാറ്റിംഗിൽ അയച്ചതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഗംഭീറിന്റെ തിങ്ക് ടാങ്ക് എന്നൊക്കെ കോമാളിത്തരങ്ങളാണ് ഈ കാണിക്കുന്നത്. ശിവം ദുബെയുടെ കാര്യം നമുക്കറിയാം. പേസും ബൗൺസും കണ്ടാൽ അവന്റെ കളി തീരും. പിച്ച് കണ്ടപ്പോൾ തന്നെ വേഗം പുറത്തായി രക്ഷപ്പെടാനാണ് അവർ നോക്കിയത്. ഫ്ലാറ്റ് ട്രാക്കിൽ സ്പിന്നർമാർ പതുക്കെ എറിഞ്ഞു കൊടുത്താൽ മാത്രമേ ദുബൈക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ജോഫ്ര ആർച്ചറൊക്കെ അവനെ പന്തെറിയുമ്പോൾ ചിരിക്കുകയായിരുന്നുവെന്ന് ശ്രീകാന്ത് പരിഹസിക്കുകയും അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ഓരോ സമയം നടന്ന കാര്യങ്ങൾ വളരെ ഓർത്തു തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്.